നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ട്രീറ്റ്മെന്റ് ഓഫ് ഗുഡ് വിൽ ഇൻ പാർട്ണർഷിപ്പ് അക്കൗണ്ട്. ഗുഡ് വിൽ. അപ്പൊ എന്താണ് ഗുഡ് വിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ, മിസ്റ്റർ എ ഹാസ് സ്റ്റാർട്ടഡ് എ ബിസിനസ്. മിസ്റ്റർ എ ഹാസ് സ്റ്റാർട്ടഡ് എ ബിസിനസ്. He invested his money and property into this firm, and one day, means after 3 years, he's ready to sell this business with someone else. Okay, so here we have a Mr. B. Okay, so he is ready to sell this particular business for 25 lakh. Okay, 25 lakh. സോ നമുക്കറിയാം, നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങുന്ന സമയത്ത് നമ്മൾ അതിന്റെ എല്ലാ കാര്യങ്ങളും എടുത്ത് നോക്കും അല്ലെ. ഞാനിപ്പോ ഒരു ഗോൾഡ് നിങ്ങൾക്ക് തരികയാണ്, ഞാൻ പറഞ്ഞു 1 lakh rupees പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും, അത് എത്ര പവനുണ്ട് അല്ലെ, മാർക്കറ്റ് റേറ്റ് എന്താണ്, ഇതിന്റെ ഡിസൈൻ കോസ്റ്റ് എത്ര വരും, ഇതൊക്കെ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അതിന്റെ പ്രൈസ് നിങ്ങൾ ഫിക്സ് ചെയ്യുന്നത്. സിമിലർലി മിസ്റ്റർ ബി ഹാസ് ചെക്ക്ഡ് ഇറ്റ്സ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്. അതിന്റെ വാല്യൂ എത്രയുണ്ട് നോക്കിയ സമയത്ത് ഇറ്റ് കംസ് ടു 22 lakh. ഓക്കെ, 22 lakh. ഈ 22 lakh ഉള്ള ഈ ബിസിനസ്സിനെയാണ് അയാൾ എത്രയ്ക്ക് മാർക്കറ്റ് ചെയ്യുന്നത്, 25 lakh. So there is a difference of 3 lakh rupees. This is the value of goodwill charged by Mr. A for his product. I mean his business. അദ്ദേഹത്തിന്റെ ബിസിനസിന്റെ ഗുഡ്വിൽ ആണ് നിങ്ങൾ കാണുന്ന 3 ലക്ഷം എന്ന് പറയുന്നത്. പറഞ്ഞാൽ മനസ്സിലായോ? So this is the concept of goodwill. ഇനി നമുക്കതിനെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. Okay. So goodwill is the value of reputation of firm in respect of profit expected in the future over and above the normal rate of profit. Goodwill നമ്മൾ റെപ്യൂട്ടേഷൻ ആയിട്ടാണ് കണക്കാക്കുന്നത്. എന്താണ് റെപ്യൂട്ടേഷൻ ഓഫ് ദി ഫേം? ഓക്കെ, goodwill is the value of reputation of firm in respect of profit expected in the future and above the normal rate of profit. എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം XYZ ഇവര് മൂന്നാളും ഉള്ള ഒരു ബിസിനസ് ആണ്, അല്ലെങ്കിൽ മൂന്നാൾക്കും ബിസിനസ് നടത്തുന്നത്, 3 പേരും ബിസിനസ് നടത്തുന്നുണ്ട്. ഇയാളുടെ ടേൺ ഓവർ 20% ആണ്, 20% ആണ്, 20% ആണ്, വിച്ച് മീൻസ് നമ്മുടെ നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ എത്രയാണ്, 20% ആണ്. അപ്പൊ ഇവിടെ എ എന്ന് പറയുന്ന ഒരു കമ്പനി 30% ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം, അതിന് ഓവർ ആൻഡ് അബവ് ദി നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ അവർക്ക് എന്തുണ്ട്, ഗുഡ്വിൽ ഉണ്ട് എന്ന് നമുക്ക് പറയാം. ക്ലിയർ? Goodwill should be recorded in the books only when some consideration in money or money's worth had been paid for it. Goodwill നമ്മൾ റെക്കോർഡ് ചെയ്യാൻ സെൽഫ് ജനറേറ്റഡ് അല്ല, നമ്മൾ അത് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുക, ഗുഡ്വിൽ റെക്കോർഡ് ചെയ്യാൻ പാടുള്ളൂ. അക്കോർഡിംഗ്ലി ഓൺ അഡ്മിഷൻ, ഓൺ റിട്ടയർമെന്റ് or death of a partner, even when there is a change in profit sharing ratio among the existing partners, goodwill should not be raised in the books of accounts of the partnership firm because no consideration in money or money's worth has been paid for it. Okay, ആ സമയത്തൊന്നും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ബുക്സ് ഓഫ് അക്കൗണ്ട്സിലേക്ക് എന്തിനു കൊണ്ടുവരാൻ പാടില്ല, ഗുഡ്വില്ലിനെ കൊണ്ടുവരാൻ പാടില്ല. The conclusion is that only purchased goodwill should be recorded in the books of assets whether the payment is made directly in cash or money's worth. എന്ന് പറഞ്ഞാൽ എന്താ പറയാ, ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ കയ്യിൽ ഒരു ബിസിനസ് ഉണ്ട്, നിങ്ങൾ നടത്തുന്ന ബിസിനസ് ആണ്, അതിന്റെ വിലയാണ് 25 lakh rupees. അപ്പൊ ഞാൻ ഈ ബിസിനസിനെ ഇങ്ങോട്ട് വാങ്ങി. ഓക്കെ, ബിസിനസിനെ ഞാൻ ഇങ്ങോട്ട് വാങ്ങി. അപ്പം അതിന്റെ മുഴുവൻ അസറ്റും ലാബിലിറ്റി എന്റേതല്ലേ, അതിന്റെ മുഴുവൻ അസറ്റും ലാബിലിറ്റി എന്റേതാണ് അല്ലെ. അപ്പം ഞാനിവിടെ 25 ലക്ഷം രൂപയ്ക്കാണ് ഈ ബിസിനസ് വാങ്ങിയത്. അതില് 30 ലക്ഷം രൂപയുടെ അസറ്റ് ഉണ്ട്, 10 ലക്ഷം രൂപയുടെ ലാബിലിറ്റി ഉണ്ട്. അപ്പൊ എനിക്ക് നെറ്റ് എഫക്റ്റ് ആയിട്ട് എനിക്ക് എത്രയേ കിട്ടുന്നുള്ളൂ, 20 ലക്ഷമേ കിട്ടുന്നുള്ളൂ. ശരിയല്ലേ? നിങ്ങളെ കമ്പനീനെ ഏറ്റെടുത്തപ്പോ നിങ്ങളെ കമ്പനിക്ക് എത്രയുണ്ട്, 30 ലക്ഷത്തിന്റെ ആസ്തിയുണ്ട്, അസറ്റ് ഉണ്ട്, 10 ലക്ഷത്തിന്റെ ബാധ്യതയുണ്ട്. അപ്പൊ ഞാൻ അത് തീർത്ത് കഴിഞ്ഞാൽ എനിക്ക് എത്ര കിട്ടൂ, 20 കിട്ടുള്ളൂ. ശരിയല്ലേ? പക്ഷെ ഞാൻ എത്ര കൊടുത്തിട്ടുണ്ട്, 25 കൊടുത്തിട്ടുണ്ട്. ക്ലിയർ? 25 കൊടുത്തിട്ടുണ്ട്. ആ സമയത്ത് ആ 5 lakhനെ നിങ്ങൾക്ക് എന്തായിട്ട് റെക്കോർഡ് ചെയ്യാം, ഗുഡ്വിൽ ആയിട്ട് റെക്കോർഡ് ചെയ്യാം. ഇവിടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ. ഓക്കെ, then methods for valuation of goodwill. There are different ways to find out the value of goodwill. അതിലൊന്ന് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് ഉണ്ട്. ഓക്കെ, ഒന്ന് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് ഉണ്ട്.
രണ്ട് വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് ഉണ്ട്. മൂന്ന് സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് ഉണ്ട്. നാല് ക്യാപിറ്റലൈസേഷൻ. എന്താണ്? ക്യാപിറ്റലൈസേഷൻ ഓഫ് ആവറേജ് പ്രോഫിറ്റ് ഉണ്ട്, അതുപോലെ തന്നെ സൂപ്പർ പ്രോഫിറ്റ് ഉണ്ട്. 3 മെത്തേഡ് ഉണ്ട്. ഏതൊക്കെ മെത്തേഡ് പറഞ്ഞ? ആവറേജ് പ്രോഫിറ്റ്, വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ്, സൂപ്പർ പ്രോഫിറ്റ്, ക്യാപിറ്റലൈസേഷൻ ഓഫ് ആവറേജ് പ്രോഫിറ്റ്, ക്യാപിറ്റലൈസേഷൻ ഓഫ് സൂപ്പർ പ്രോഫിറ്റ്. ഇത്രയും മെത്തേഡ് ഉണ്ട്. ഓക്കെ, അതിൽ ഒന്നാമത്തെ മെത്തേഡ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഒന്നാമത്തെ എന്തായിരുന്നു? ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ്. ആവറേജ് പ്രോഫിറ്റ് ശ്രദ്ധിച്ചോളൂ. ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് 2 സ്റ്റെപ്പിൽ നമ്മൾ ഗുഡ്വിൽ കാണും. 2 സ്റ്റെപ്പിൽ നമ്മൾ ഗുഡ്വിൽ കാണും. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആവറേജ് പ്രോഫിറ്റ് കാണുക എന്നുള്ളതാണ്. ആവറേജ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുക. ആവറേജ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ പ്രോഫിറ്റ്. ഓക്കെ, ടോട്ടൽ പ്രോഫിറ്റ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഇയേഴ്സ്. ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഇയേഴ്സ്. ഫോർ എക്സാമ്പിൾ, ഇയർ 1ൽ എനിക്ക് 10,000 പ്രോഫിറ്റ് ഉണ്ട്. ഇയർ 2ൽ എനിക്ക് 15,000 രൂപ പ്രോഫിറ്റ് ഉണ്ട്. ഇയർ 3ൽ 15ഉം 25 അല്ലെ, ഇയർ 3ൽ എനിക്ക് 5,000 പ്രോഫിറ്റ് ഉണ്ട്. റെഡി? എല്ലാവരും കൂടെ നോക്കിയേ. 3 വർഷത്തെ പ്രോഫിറ്റ് ലിസ്റ്റ് ചെയ്യല്ലേ. ഇപ്പൊ ആവറേജ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ പ്രോഫിറ്റ്, ദാറ്റ് ഈസ് 30,000 അല്ലെ. 30,000 ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഇയേഴ്സ്. എത്രയാ? 3 ആണ്. Therefore ആവറേജ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു 10,000. ആവറേജ് പ്രോഫിറ്റ് കാണുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ എന്ത് കണ്ടുപിടിക്കും? ഗുഡ്വിൽ കാണും. സ്റ്റെപ്പ് നമ്പർ 2, ഗുഡ്വിൽ ഈസ് ഈക്വൽ ടു ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ ആവറേജ് പ്രോഫിറ്റ് അല്ലെ, ആവറേജ് പ്രോഫിറ്റ് ഇൻറ്റു ക്വസ്റ്റ്യൻ അകത്ത് നിങ്ങൾക്ക് ഒരു ഇൻപുട്ട് തരും, ദാറ്റ് ഈസ് കോൾഡ് നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ്. ഇങ്ങനെ ഒരു ഇൻപുട്ട് നിങ്ങൾക്ക് തരും. ഫോർ എക്സാമ്പിൾ, നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ് ഈക്വൽ ടു 3 or 4 or 5, ഇങ്ങനെ ഒരു വാല്യൂ തരും. അപ്പൊ ആ വാല്യൂനെ നിങ്ങൾ എന്ത് ചെയ്യുക? ആവറേജ് പ്രോഫിറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ആവറേജ് പ്രോഫിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ് വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ഗുഡ്വിൽ. ക്ലിയർ ആണോ? Okay, average profit. In this case, average profit of the past years are adjusted for any expected change in future. The number of years are decided on the basis of judgment of the negotiation. Okay. അപ്പോൾ ഇവിടെ നമുക്കൊരു ക്വസ്റ്റ്യൻ നമുക്ക് കാണാം. Lee and Lawson are in an equal partnership. They agreed to take Hicks as 1/4 partner. For this, it was decided to find out the value of goodwill. Okay, അവരുടെ പ്രോഫിറ്റ് ആണ് 2016 മുതൽ 19 വരെയുള്ള പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. ഓക്കെ, ക്യാപിറ്റൽ എംപ്ലോയിഡ് ബൈ ദി ലീ ലോഡ്സൺ സൺ 5 lakh. റേറ്റ് ഓഫ് നോർമൽ പ്രോഫിറ്റ് ഈസ് 20%. ഓക്കെ, ഇത് നമുക്ക് സൂപ്പർ പ്രോഫിറ്റ് കാണാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ആദ്യം ആവറേജ് പ്രോഫിറ്റിന്റെ ഒരു സാമ്പിള് നമുക്ക് ഇത് വെച്ചിട്ട് ആവറേജ് പ്രോഫിറ്റ് കാണാം. Find out goodwill. Okay, find out goodwill if number of years purchase is equal to 2. Okay, number of years purchase എത്ര വന്നിരിക്കുന്ന വാല്യൂ 2 ആണെങ്കിൽ goodwill കാണാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? നമ്മള് ആവറേജ് പ്രോഫിറ്റ് കാണാം. ആവറേജ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ പ്രോഫിറ്റ് 1 2 3 4 4 5 5 55. ടോട്ടൽ എത്രയാ? 5,25,000 ഡിവൈഡ് ബൈ 4 എത്ര വരും? 1,31,250 അല്ലെ. ഇതെന്താ കിട്ടിയത് നമുക്ക്? ഇനി രണ്ടാമത്തെ സ്റ്റെപ്പിൽ എന്ത് കാണാം? ഗുഡ്വിൽ കാണാം. എന്താ ഇക്വേഷൻ? ആവറേജ് പ്രോഫിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ്. അത് ക്വസ്റ്റ്യനിൽ ഞാൻ 2 എന്ന് തന്നിട്ടുണ്ട്. Therefore goodwill is equal to
1,31,250 into 2 is equal to 2,62,500. This is the value of goodwill. Simple,